എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സോയ ചങ്ക്സിൻ്റെ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു 100 ഗ്രാം സോയ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ്. ഇനി ഒരു തവ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ആ സോയാബീൻ ഞാൻ 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വറുത്ത് പോകുന്ന വേണ്ട, നമ്മൾ കുറച്ച് മാത്രം ഓയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായാൽ മതി. അപ്പോൾ സോയയൊക്കെ ഒന്ന് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അതേ തവ ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടുന്ന മസാലയാണ്. അതിൽ 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂൺ അളവിൽ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കൂടെ 1 സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ അതൊന്ന് ചൂടായി വരട്ടെ, കരിഞ്ഞു പോകാതെ. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറും. അപ്പോൾ നമ്മൾ സോയ വയ്ക്കുന്ന സമയത്ത് എപ്പോഴും നല്ലതുപോലെ മസാലയും എണ്ണയൊക്കെ ചേർത്തെങ്കിൽ മാത്രമേ അത് ഇറച്ചിക്കറിയുടെ അതേ രുചി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇടുക. ഇനി അത് വഴന്ന് വരാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് നേരത്തെ ഉള്ള 3 തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ തക്കാളി നല്ലതുപോലെ മസാലയൊക്കെ ചേരുന്ന സമയത്ത് ഇത് ഇറച്ചിക്കറിയുടെ അതേ തുല്യമായിട്ടുണ്ടാവും. ഇറച്ചി വയ്ക്കുന്ന അത്രയും മസാല ഇതിന് വെച്ചാൽ പോരാ. കാരണം ഇതിൽ നെയ്യോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. സോയാ ചങ്ക്സ് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനതൊന്ന് 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരം കൂടി ആകുന്ന സമയത്ത് നമ്മൾ സോസ് ഒഴിച്ചൊരു ടേസ്റ്റൊക്കെ വരും ഈ സോയാ കറിക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇറച്ചിയുടെ അതേ രുചിയായിരിക്കും. നല്ലതുപോലെ നമുക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടികൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾക്കൊരു തിക്കായിട്ടുള്ള കറി ആയതുകൊണ്ട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിന് വേണ്ടി നമ്മൾക്കിതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇനി ആ സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറച്ചിക്കറിക്ക് പകരം എന്താണ് വെക്കുക എന്നുള്ളത് നമുക്ക് ടെൻഷനേ വേണ്ട. ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇറച്ചി കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ പോരാത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ആ മസാലയൊക്കെ ഒന്ന് സോയയിൽ നല്ലതുപോലെ പിടിച്ച് വരണം. അപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ലേ, മസാലയൊക്കെ നല്ലതുപോലെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ബീഫൊക്കെ വെച്ച മാതിരി അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആ തക്കാളി കൂടുതൽ ഇട്ടത് കൊണ്ടും അല്പം പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ചെറിയ മധുരം കൂടെ ഫീൽ ചെയ്യും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് പകർത്തി കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളി സോയ തക്കാളി കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിനായാലും പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും ഇത് നല്ല അടിപൊളിയായിരിക്കും. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.